ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് ടാക്സ് പ്ലാനിങ് അണ്ടർ വേരിയസ് സർക്കിംസ്റ്റാൻസസ് എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു ഫോമാണ് കമ്പനി ഫോം. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഈസ് ജനറലി പ്രിഫേർഡ് ഫ്രം ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ. മറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനേക്കാൾ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനെ കുറച്ച് ടാക്സ് പ്രിവിലേജസും അഡ്വാൻറ്റേജസും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഓഫ് റെമ്യൂണറേഷൻ ഫോർ മാനേജിങ് പേഴ്സൺസ്. ഇതിലെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയിലെ മാനേജിങ് അഫയേഴ്സ് മാനേജ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മാനേജിങ് പേഴ്സൺസ് എന്ന് പറയുന്നു. അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ നമുക്ക് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും, ടാക്സ് ഡിഡക്ഷന് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ നോക്കിയത്. ഇനി സെക്കൻഡ് പോയിന്റ്, അതായത് ക്ലബിംഗ് പ്രൊവിഷൻസ് ഡു നോട്ട് അപ്ലൈ. ഇതിലെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു കമ്പനി വഴി ഫാമിലി മെമ്പേഴ്സ് ബിസിനസ് നടത്തുന്നുവെങ്കിലും ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ക്ലബിംഗ് ഓഫ് ഇൻകം അണ്ടർ സെക്ഷൻ 64 ഓഫ് ദ ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഇതിലൂടെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെയും ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട്. അതാണ് നമ്മൾ ഈ പോയിന്റിൽ പറയുന്നത്. സോ ഇനി തേർഡ് പോയിന്റ് നോക്കാം. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ഈസ് എക്സംപ്റ്റ്. ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 115O ഈസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 34 ഓഫ് ദ ആക്ട്. അതായത് ടാക്സ് എക്സംപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഡിവിഡൻഡ് റിസീവ് ചെയ്തത് 10 lakhs കൂടുതലാണെങ്കിൽ ആ എക്സസ് എമൗണ്ടിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അത് 10% ആണ്. ദ എക്സസ് എമൗണ്ട് ടാക്സബിൾ അറ്റ് 10% under section 115 BBDA in the hands of shareholders. In such cases, domestic company section 115O അനുസരിച്ച് DDT, അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഫിനാൻസ് ആക്ട് 2020 DDT അബോളിഷ് ചെയ്യുകയും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡിവിഡൻഡിന് ടാക്സ് ഈടാക്കുകയും ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ ടാക്സേഷൻ സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് 1 April 2020 അതിന് ശേഷമോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിവിഡൻസിന് ഡൊമസ്റ്റിക് കമ്പനി DDT പേ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ലഭിക്കുന്ന ഡിവിഡൻഡിന് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ ഈ പോയിന്റിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർത്ത് പോയിൻ്റാണ്. ആ ഫോർത്ത് പോയിൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഡക്ഷൻസ് അവൈലബിൾ ടു കമ്പനീസ് റിസൾട്ട്സ് ഇൻ മിനിമൈസേഷൻ ഓഫ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് സബ്സ്റ്റാൻഷ്യലി. ഈ പോയിന്റിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, കമ്പനീസ് ആർ സബ്ജക്റ്റഡ് ടു ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സ് റിഗാർഡ്ലെസ് ഓഫ് ക്വാണ്ടം ഓഫ് ദെയർ ഇൻകം. ഡൊമസ്റ്റിക് കമ്പനീസിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 13% ആണ്. കൂടാതെ സർചാർജ് അപ്ലിക്കബിൾ ആണെങ്കിൽ സർചാർജും പിന്നെ സെസ്സും പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഫിനാൻഷ്യൽ ഇയർ 2017-18 കമ്പനീസിൻ്റെ ടേൺ ഓവർ ലെസ് ദാൻ 400 crores ആണെങ്കിൽ അവയ്ക്ക് 25% ആണ് ടാക്സ് റേറ്റ്. എന്നാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ലഭിക്കുന്ന ലോ സ്ലാബ് റേറ്റ് നോക്കുമ്പോൾ ഇതൊരു മെറിറ്റായി കാണാൻ കഴിയില്ല. എന്നാലും കമ്പനീസിന് ലഭിക്കുന്ന വേരിയസ് ഡിഡക്ഷൻസും പെർക്വിസിറ്റ് സ്കീംസും ഇൻഷുറൻസ് ഓഫ് ടാക്സിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 5th ആണത്. സർട്ടൈൻ ബെനിഫിറ്റ്സ് കമ്പനി ഓൺലി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആക്ടുകൾക്ക് കീഴിലുള്ള ടാക്സ് കൺസെഷൻസും അലവൻസസും ആൻഡ് ഡിഡക്ഷൻസും കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷന് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിൽ മെയിനായി പറയുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ 32AC റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസസ്, സെക്ഷൻ 32AD, സെക്ഷൻ 36 subsection A9 related to expenditure for promoting family planning amongst employee, 35D related to amortization of certain preliminary expenses, 35DD related to amortization of expenditure incurred after 31st March 1999 in case of amalgamation or demerger. സോ ഇങ്ങനത്തെ ഡിഡക്ഷൻസ് ഒക്കെ കമ്പനിക്കാണ് കൂടുതലായും ലഭിക്കുന്നത്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 6th പോയിൻ്റാണ്. ഷെയർസ് ഇൻ എ കമ്പനി ആൻഡ് അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ആ പോയിന്റ്. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ഷെയർസ്
in listed companies are treated as long-term capital assets qualifying for considerable leniency in taxation even if they are held by the assessee for a small time as 12 months. സോ ഇതിൽ ആ കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ കമ്പനിക്ക് എക്സ്പാൻഷനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ആവശ്യമുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് 7th പോയിൻ്റാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫാമിലി പ്ലാനിങ്. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 36 സബ്സെക്ഷൻ 1(9) അനുസരിച്ച് ഒരു കമ്പനിക്ക് ഫാമിലി പ്ലാനിങ്ങിനുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് ഡിഡക്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ 5 equal installments commencing from the previous year in which such expenditure is incurred. ബട്ട് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 32 അനുസരിച്ച് അക്വയർ ചെയ്യുന്ന അസറ്റ്സിന് മാത്രമേ ഈ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 8th വണ്ണാണ്, ലാസ്റ്റ് വൺ, ഇൻഡെക്സേഷൻ. ഇതിലെന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ മെമ്പർഷിപ്പ് കമ്പനിയിൽ നിന്നും പിൻവലിക്കണമെങ്കിൽ അയാളുടെ ഷെയർസ് സെൽ ചെയ്യാൻ പറ്റും. ഷെയർസ് അക്വയർ ചെയ്യാൻ 12 monthsന് ശേഷം അക്വയർ ചെയ്ത് 12 മാസങ്ങൾക്ക് ശേഷമാണ് അയാൾ ആ ഷെയർസ് വിൽക്കുന്നതെങ്കിൽ അയാൾക്ക് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് ലഭ്യമാവും. അയാൾക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലഭ്യമാകണമെങ്കിൽ 12 മാസം കഴിയണം. അതായത് ആ ഷെയർസ് വാങ്ങിയിട്ട് 12 മാസങ്ങൾക്ക് ശേഷം അത് വിൽക്കുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് ലഭ്യമാവുള്ളൂ. കൂടാതെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് ലെസ്സർ റേറ്റിൽ ടാക്സ് പേ ചെയ്താലും മതി. ഇത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഈ ബെനിഫിറ്റ് ഒന്നും പാർട്ട്ണർക്ക് ലഭിക്കില്ല. ഇതൊരു കമ്പനി ആയ കാരണം മാത്രമാണ് ഈ ബെനിഫിറ്റ് ലഭിച്ചത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്ന ടാക്സ് പ്രിവിലേജസ് ആൻഡ് അഡ്വാൻറ്റേജസ്. ഒരു കമ്പനി ഫോമിന് കിട്ടുന്ന ടാക്സ് പ്രിവിലേജസും അഡ്വാൻറ്റേജസുമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. 8th പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സ് ബെനിഫിറ്റ്സ് ടു എ വൈഡ്ലി ഹെൽഡ് കമ്പനി. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് വൈഡ്ലി ഹെൽഡ് കമ്പനി എന്നതാണ്. വാട്ട് ഈസ് വൈഡ്ലി ഹെൽഡ് കമ്പനി? സിംപ്ലി പറയുകയാണെങ്കിൽ എ വൈഡ്ലി ഹെൽഡ് കമ്പനി ഈസ് എ കമ്പനി ഇൻ വിച്ച് ദ പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. അതാണ് ഒരു വൈഡ്ലി ഹെൽഡ് കമ്പനി. ഇനി ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്താ? ക്ലോസ്ലി ഹെൽഡ് കമ്പനി സിംപ്ലി പറയുകയാണെങ്കിൽ എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് വൈഡ്ലി ഹെൽഡ് കമ്പനി. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഈസ് എ കമ്പനി ഇൻ വിച്ച് ദ പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. സോ വൈഡ്ലി ഹെൽഡ് കമ്പനി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. എപ്പോഴാണ് ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനി converted to a widely held company, it will enjoy certain tax benefits. ഈ ബെനിഫിറ്റ്സ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നോ ലിമിറ്റേഷൻസ് റിഗാർഡ്സ് ടു സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഈ പോയിന്റിൽ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് വൈഡ്ലി ഹെൽഡ് കമ്പനീസിന് സെറ്റ് ഓഫിൻ്റെ കാര്യത്തിലും ക്യാരി ഫോർവേഡ് ഓഫ് ലോസിൻ്റെ കാര്യത്തിലും ലിമിറ്റേഷൻസ് ഇല്ല. The provisions of Section 79 of the Act are applicable in case of carry forward of losses and set off losses only. എന്നാൽ ക്ലോസ്ലി ഹെൽഡ് കമ്പനീസിന് സെക്ഷൻ 79 അനുസരിച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് വൈഡ്ലി ഹെൽഡ് കമ്പനീസിന് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസിന് ലിമിറ്റേഷൻസ് ഒന്നും ഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പോയിൻ്റാണ് provisions of deemed dividend under section 2 subsection 22e applicable to closely held company only. Section 2 subsection 22e അനുസരിച്ച് the provisions of deemed dividend in respect of advances or loans to shareholders or any payment on behalf of shareholders or any payment for the individual benefits ഓഫ് എ ഷെയർ ഹോൾഡേഴ്സ് എന്നിവ ക്ലോസ്ലി ഹെൽഡ് കമ്പനീസിന് അപ്ലിക്കബിൾ ആണ്. ഫിനാൻസ് ആക്ട് 2018 കുറച്ച് അമെൻഡ്മെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുമൂലം 2019-20 അസസ്മെൻറ്റ് ഇയർ മുതൽ ഈ ബെനിഫിറ്റ് ലഭിക്കുകയില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പോയിൻ്റാണ് അമെൻമെൻറ്റ് ഇൻ സെക്ഷൻ 115O. സെക്ഷൻ 115Oയിൽ കുറച്ച് അമെൻമെൻറ്റുകളെല്ലാം നടത്തിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു പ്രൊവൈഡ്
that dividends referred to in section 2 subsection 22E of the Act are also part of section 115O and chargeable to DDT at 30% instead of 20.553%. ഓക്കെ, എന്നാൽ സെക്ഷൻ 115 BBDAയിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ദാറ്റ് അതിലെ ഫസ്റ്റ് പോയിന്റ് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22E ഈസ് ചാർജബിൾ ടു DDT അറ്റ് 13% ഇൻ ഹാൻഡ്സ് ഓഫ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി. അതിൽ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 115 BBDA ഓഫ് ദ ആക്ട് ഡു നോട്ട് കവർ എബോവ് ഡിവിഡൻഡ്, hence the same is wholly exempt from tax under section 10 subsection 34 of the act even exceeds 10 lakhs. അതിൽ സി പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ അത് തേർഡ് പോയിന്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ TDS അണ്ടർ സെക്ഷൻ 194 ഓഫ് ദ ആക്ട് ഈ ഡിവിഡൻഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് സച്ച് ഡിവിഡൻഡ് ഈസ് നൗ കവേർഡ് അണ്ടർ സെക്ഷൻ 150O ഓഫ് ദ ആക്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫോർത്ത് പോയിൻ്റാണ് നോക്കാൻ പോകുന്നത്. കൺവേർഷൻ ഫ്രം ക്ലോസ്ലി ഹെൽഡ് കമ്പനി ടു വൈഡ്ലി ഹെൽഡ് കമ്പനി വുഡ് നോട്ട് റിസൾട്ട് ഇൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് നോ ടാക്സ് ലയബിലിറ്റി. ഇതിലെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കൺവേർഷനെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പായി ഇവിടെ കരുതുന്നില്ല. അതുകൊണ്ട് ക്ലോസ്ലി ഹെൽഡ് കമ്പനിക്കോ വൈഡ്ലി ഹെൽഡ് കമ്പനിക്കോ കൺവേർഷൻ മൂലം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലോ ഇൻകം ടാക്സിലോ യാതൊരു വിധത്തിലുള്ള ലയബിലിറ്റിയും ഉണ്ടാവില്ല എന്നതാണ് ഇതിൽ പറയുന്നത്. സോ ഇതാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് പോയിൻ്റാണ്. രജിസ്ട്രേഷൻ ഓഫ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് കമ്പനി അസോസിയേഷൻസ്. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 8 അനുസരിച്ച് രജിസ്ട്രേഷൻ ഓഫ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് കമ്പനി അസോസിയേഷൻ ഹാവിംഗ് ചാരിറ്റബിൾ ഒബ്ജക്റ്റ് ലൈക്ക് പ്രൊമോഷൻ, കൊമേഴ്സ്, ആർട്ട്, സയൻസ്, റിലീജിയൻ, ചാരിറ്റി ഓർ എനി അതർ യൂസ്ഫുൾ ഒബ്ജക്റ്റ് ബൈ നേച്ചർ ക്യാൻ ബി രജിസ്റ്റേർഡ് ആസ് കമ്പനീസ്. കമ്പനീസ് ആക്ടിൽ പറയുന്ന ബെനിഫിറ്റ്സും ഇവയ്ക്ക് ലഭിക്കാറുണ്ട്. ഇവയ്ക്ക് ഇൻകം ടാക്സ് സെക്ഷൻ 11 അനുസരിച്ച് എക്സംഷൻസിന് ക്ലെയിം ചെയ്യാൻ പറ്റും. ബട്ട് അവ സെക്ഷൻ 13 കണ്ടീഷൻസിന് വിധേയമാണ്. അത് അവർ ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. നമ്മൾ 5 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് rate for domestic companies for assessment year 2020-21 and 2021-22 ആണ്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ഗ്രോസ് ഇൻ ടേൺ ഓവർ അപ് ടു 400 crores വരെയുള്ള കമ്പനീസിന് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 25% ആണ്. അതായത് പ്രീവിയസ് ഇയറിൽ ഗ്രോസ് ടേൺ ഓവർ അപ് ടു 400 crores വരെയുള്ള കമ്പനീസിന് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 25% ആണ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ വേർ ഇറ്റ് ഓപ്റ്റഡ് ഫോർ സെക്ഷൻ 115BE, അതായത് 115BE ഓപ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണെങ്കിൽ അവരുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 25% ആണ്. ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റിൽ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 115BAA ഓപ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണെങ്കിൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 22% ആണ്. പിന്നെ മാറ്റ് റേറ്റ്, അതായത് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ്, അതിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. മാറ്റ് റേറ്റ് 18.5% നിന്ന് 15% കുറച്ചിട്ടുണ്ട്. അസസ്മെൻറ്റ് ഇയർ 2020-21 ഒരു കമ്പനി സെക്ഷൻ 115BA ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാറ്റ് റേറ്റ് എന്ന് പറയുന്നത് 15% തന്നെ ആയിരിക്കും. എന്നാൽ ഒരു കമ്പനി 115BAB, അതായത് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഫോർ ന്യൂ മാനുഫാക്ചറിങ് കമ്പനീസ്, സോ ആ സെക്ഷൻ അതായത് 115BAB ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 15% ആയിരിക്കും. ഇനി അത് ഡൊമസ്റ്റിക് കമ്പനി, മറ്റ് എല്ലാ ഡൊമസ്റ്റിക് കമ്പനികൾക്കും ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 13% ആണ്. സോ ഇത്രയും ടാക്സ് റേറ്റുകളാണ് മെയിനായിട്ട് ഡൊമസ്റ്റിക് കമ്പനീസിൻ്റെ ടാക്സ് റേറ്റ് ആയിട്ട് പറയുന്നത്.
ഓക്കെ, ഇനി 2 നോട്ട്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 2 സെക്ഷൻസ് പറഞ്ഞിരുന്നു, സെക്ഷൻ 115BA ആൻഡ് 115BAA. അതെന്താണെന്ന് നമുക്കൊന്ന് ബ്രീഫ്ലി നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് 115BA ആണ്. സോ ഒരു കമ്പനി സെക്ഷൻ 115BA ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനി എന്തൊക്കെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം എന്നാണ് നമ്മളത് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മാർച്ച് 1, 2016 ശേഷം രജിസ്റ്റർ ചെയ്തതും മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓർ എനി ആർട്ടിക്കിൾ ഓർ തിങ് ആൻഡ് റിസർച്ച് റിലേറ്റിംഗ് ടു സച്ച് ആർട്ടിക്കിൾ ഓർ തിങ് മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് തുടങ്ങിയ ബിസിനസ്സുകളിൽ എൻഗേജ് ചെയ്യുന്ന കമ്പനിയെയും കൂടാതെ, അതായത് ഈ ബിസിനസ് ചെയ്യുന്ന കമ്പനികളെയും കൂടാതെ അണ്ടർ സെക്ഷൻ 10AA, സെക്ഷൻ 32AC, സെക്ഷൻ 32AD, സെക്ഷൻ 33AB, സെക്ഷൻ 33ABA, സെക്ഷൻ 35 സബ്സെക്ഷൻ 1-2, സെക്ഷൻ 35 സബ്സെക്ഷൻ 1-2A, 35 സബ്സെക്ഷൻ 1-3, 35 സെക്ഷൻ 35AC, സെക്ഷൻ 35AD, സെക്ഷൻ 35CC, സെക്ഷൻ 35CCD, സെക്ഷൻ 80H to 80TT other than 80JJAA ഓർ അഡീഷണൽ ഡിപ്രീസിയേഷൻ തുടങ്ങിയ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാത്ത കമ്പനിക്കും സെക്ഷൻ 115BA ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിനായിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 1, 2016 ശേഷം രജിസ്റ്റർ ചെയ്ത കമ്പനീസ് ആവണം. പിന്നെ മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓർ എനി ആർട്ടിക്കിൾ ഓഫ് തിങ് റിസർച്ച് റിലേഷൻ ടു സച്ച് ആർട്ടിക്കിൾ ഓർ തിങ് മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് അങ്ങനത്തെ ബിസിനസ് നടത്തുന്ന കമ്പനി ആവണം. കൂടാതെ ഞാൻ പറഞ്ഞ കുറേ സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാത്ത കമ്പനിക്കും സെക്ഷൻ 115BA ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് 2 ആണ്. നോട്ട് 2ൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 115BAA ആണ്. ഈ സെക്ഷനിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകം ഓഫ് എ കമ്പനി ഈസ് ടാക്സബിൾ അറ്റ് ദി റേറ്റ് ഓഫ് 22% ഫ്രം ദ അസസ്മെൻറ്റ് ഇയർ 2020-21. ബട്ട് അതിന് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കമ്പനി സെക്ഷൻ 10AA ഓർ 32 subsection 1-2A or 32AD or 32AB or 33ABA or section 35 subsection 1-2, section 35 subsection 1-2A, section 35-3, section 35-2AA, section 35-2AB or section 35AD, section 35CCC or section 35CCD or section 80H to 80TT other than 80JJA എന്നീ സെക്ഷനിലുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പം മേൽപ്പറഞ്ഞ സെക്ഷനിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു കമ്പനി ആയിരിക്കണം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാത്തൊരു കമ്പനി ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കമ്പനി ഈസ് നോട്ട് ക്ലെയിമിങ് എനി ബ്രോഡ് ഫോർവേഡ് ലോസസ് ഇഫ് സച്ച് ലോസസ് ഇസ് റിലേറ്റഡ് ടു ദി ഡിഡക്ഷൻ സ്പെസിഫൈഡ് ഇൻ എബോവ് പോയിന്റ്. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് കണ്ടീഷൻ. ഇനി തേർഡ് കണ്ടീഷനാണ് നോക്കാൻ പോകുന്നത്. ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്താൽ മാറ്റിൻ്റെ പ്രൊവിഷൻസ് ഒന്നും അപ്ലിക്കബിൾ ആവില്ല. കമ്പനിക്ക് മാറ്റ് ക്രെഡിറ്റിനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇഫ് എനി അപ്ലിക്കബിൾ അറ്റ് ദി ടൈം ഓഫ് എക്സസൈസിങ് ഓഫ് സെക്ഷൻ 115BAA. അതാണ് ഇങ്ങനെ 3 കണ്ടീഷൻസാണ് പറയുന്നത്. സോ ഇത്രയാണ് എൻ്റെ പോർഷൻസ്. എൻ്റെ ടോപ്പിക്ക് ഞാൻ ഇത്രയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു all. Have a nice day.